വൈക്കത്തെ രജനീഷ് എന്ന ആളാണ്. അദ്ദേഹം അറിയപ്പെടുന്ന രജനീഷ് വൈക്കത്തുകാരനാണ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, വൈക്കത്ത് നമ്മൾ SKN40 പരിപാടിയുമായിട്ട് ചെല്ലുമ്പോൾ വൈക്കത്ത് വെച്ച് ഈ മയക്കുമരുന്നിതായിട്ടൊരു കവിതയൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹം 24 സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം വന്നതൊരു ആവശ്യമായിട്ടാണ്. അദ്ദേഹം VS അച്യുതാനന്ദനെ കുറിച്ച് ഒരു പാട്ട് എഴുതി. ആ പാട്ട് ശരിക്കും VS അച്യുതാനന്ദൻ്റെ ചരമദിനത്തിൽ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് പ്രത്യേകിച്ച് ഈ വിലാപയാത്ര പോകുന്ന ദിനം അത് 24 വഴി ഒന്ന് കേൾക്കണമെന്ന് അദ്ദേഹം താല്പര്യം ഉണ്ടായിരുന്നു. എന്തോ സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമാണ്. VSനോട് അത്ര കടുത്ത ഭക്തി കൂടി ഉള്ള ഒരാളാണ് ഈ വൈക്കത്തുകാരൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് അദ്ദേഹം ഈ പാട്ടൊക്കെ പാടിപ്പിച്ച് ഒരു സിംഗറിനെ കൊണ്ടാണ്, ജോൺസൺ ജോസ് എന്ന് പറയുന്ന സിംഗറിനെ കൊണ്ട് പാടിപ്പിച്ചാണ് അദ്ദേഹം ചാനലിലേക്ക് കയറി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് നോക്കാം. അങ്ങനെ നിങ്ങൾ പ്രേക്ഷകരും ആ പാട്ടിൻ്റെ മൂലയൊന്ന് കേട്ടോളൂ, ആ മൂലയിലൊന്ന് പിടിച്ചോളൂ. ചക്രവാളം ചുവക്കുന്നു, പിന്നെയും നേരിൻ്റെ സൂര്യൻ മടങ്ങുന്നു, നേരിൻ്റെ സൂര്യൻ മടങ്ങുന്നു. അസ്തമിക്കാത്തൊരു സൂര്യൻ പുന്നപ്രവയലാറിൻ രണകുടീരങ്ങളിൽ കേൾക്കുന്നു പിന്നെയും വീരഗാഥ. ഇന്നലെ തൻ കനൽ വഴികൾ എത്രയോ താണ്ടി നീ വീരേതിഹാസം രചിച്ചു. ഇന്നലെ തൻ കനൽ വഴികൾ എത്രയോ താണ്ടി നീ വീരേതിഹാസം രചിച്ചു. നവകേരളം പിറക്കുവാനീ മണ്ണിൽ സമരമുഖങ്ങളിൽ ജ്വാലയായി. ഒരു കടലിരമ്പമായി ജീവസങ്കീർത്തനം ബലികുടീരങ്ങളിൽ കേൾക്കുന്നു പിന്നെയും. നിൻ തപ്ത നിശ്വാസമേറ്റിന്നു പൂത്തതെത്രയോ ചോന്ന മന്ദാരങ്ങൾ. നിൻ തപ്ത നിശ്വാസമേറ്റിന്നു പൂത്തതെത്രയോ ചോന്ന മന്ദാരങ്ങൾ. വാനിൽ ഉദിച്ചൊരാ അമ്പിളിക്കലയിലും പൊന്നരിവാളിൻ തിളക്കം, പൊന്നരിവാളിൻ തിളക്കം. നീട്ടിക്കുറുക്കിയ വാക്കിൻ കരുത്തുകൾ തീജ്വാലയായി പടർന്നു. VSനോട് വല്ലാത്ത ആരാധനയുള്ള ആളാണ് ഈ രജനീഷ് വൈക്കത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ സർഗസിദ്ധിയെക്കുറിച്ച് കൂടി നമ്മോട് ഒന്ന് മൊഴിഞ്ഞു. സഖാവ് VSനെ കുറിച്ച് ഞാൻ എഴുതിയ ഒരു ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. സഖാവ് VSൻ്റെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല, നമ്മൾ ഓരോരുത്തരിലൂടെയും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഖാവിനായി ഞാൻ എഴുതിയ ഗാനത്തിൻ്റെ ഒരു 2 വരി ഇവിടെ അവതരിപ്പിക്കട്ടെ. നേരിൻ്റെ സൂര്യൻ മടങ്ങുന്നു, അസ്തമിക്കാത്തൊരു സൂര്യൻ പുന്നപ്രവയലാറിൻ്റെ രണകുടീരങ്ങളിൽ കേൾക്കുന്നു പിന്നെയും വീരഗാഥ. എന്നാലും രജനീഷ് വൈക്കത്തുകാരന് അദ്ദേഹത്തിൻ്റെ ആരാധനയൊക്കെ തന്നെ കവിതയിലൂടെയും പാട്ടിലൂടെയും പ്രകടിപ്പിക്കാൻ പറ്റി. അദ്ദേഹത്തിന് സാഫല്യമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി വൈക്കത്ത് സുഖമായിട്ട് ജീവിക്കുക.